നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിട്ടുള്ളത് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? അപ്പം ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമെന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ് എന്ത് ഇന്ത്യയുടെ വലിപ്പം. ഓക്കെയാണേ. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ എന്താണ് ആദ്യത്തെ 7 സ്ഥാനത്തിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിപ്പത്തിൽ ആദ്യത്തെ 7 സ്ഥാനങ്ങൾ ഇതാണ് കേട്ടോണം. RCAC ബായ് എന്നങ്ങ് പഠിക്കണം കേട്ടോ. RC ബൈക്കിൽ പറന്നു പോയാൽ AC കിടക്കാം ബായ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പം RCAC ബായ്. അപ്പം R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയാണ്. C ചോദിച്ചാൽ ഏത് കാനഡയാണ്. A ആര് അമേരിക്കയാണ്, അമേരിക്ക. C ആരെന്ന് ചോദിച്ചാൽ ആരാണ് ചൈനയാണ്. ഓക്കെയാണ്. ഇതാണ് RCAC. ഇനി B ചോദിച്ചു കഴിഞ്ഞാൽ ആര് ബ്രസീലാണ്. A ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയാണ്. I ആര് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്നതിൽ ചൂടെ ചേർത്തിട്ടുള്ള ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ബ്രസീലുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഇറാനുണ്ട്. അപ്പോൾ ആൻസർ ഏതാണെടാ? ബ്രസീലാണെന്ത് ഇവിടെ ആൻസർ. ഇനി നിങ്ങൾ പഴയ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന 1ാം സ്ഥാനം റഷ്യ, 2ാം സ്ഥാനം കാനഡ, 3 ചൈനയും 4 അമേരിക്കയായിരുന്നു കേട്ടോ. ഈ അമേരിക്കയുടെ ചുറ്റുമുള്ള കുറേ ദ്വീപുകളൊക്കെ ഉണ്ട്. അത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഭരണ പ്രദേശങ്ങളായിരുന്നു. ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ അമേരിക്ക പൈസ കൊടുത്ത് വാങ്ങിയതോടുകൂടി ഈ അമേരിക്കയുടെ യൂണിയൻ, അതായത് യൂണിയൻ ഓഫ് അമേരിക്ക ഉണ്ടല്ലോ, അവരുടെ ഏരിയ എന്താണ് ചൈനയേക്കാൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലുപ്പത്തിൽ അമേരിക്കയ്ക്ക് എന്താണ് 3ാം സ്ഥാനം എന്ന് നിലവിൽ പറയുന്നത്. എന്നാൽ PSC ഇപ്പോഴും എങ്ങനെ ചോദിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന 2ഉം 3ഉം സ്ഥാനങ്ങൾ 3ഉം 4ഉം സ്ഥാനങ്ങൾ PSC എങ്ങനെ ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം എന്താണ് അമേരിക്ക 3ാം സ്ഥാനവും ചൈന എന്താണ് 4ാം സ്ഥാനവുമാണ് കേട്ടോ. ഇനി ഇത് പഠിക്കുന്ന സമയത്ത് 8ാം സ്ഥാനത്തുള്ള രാജ്യം പഠിച്ചു വെച്ചേക്കണം. അത് അർജൻറ്റീനയാണ് കേട്ടോ. 8ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് അർജൻറ്റീന. 9ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കസാക്കിസ്ഥാനാണ്. കസാക്കിസ്ഥാനാണ് എന്ത് 9ാം സ്ഥാനത്തുള്ള രാജ്യമാണേത് കസാക്കിസ്ഥാനാണ് കേട്ടോ. കസാക്കിസ്ഥാൻ. 10ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏത്? അത് അൾജീരിയയാണ് കേട്ടോ. 10ാം സ്ഥാനത്തുള്ള രാജ്യമാണേത് അൾജീരിയ. അപ്പോൾ ഈ ലോകരാജ്യങ്ങളിൽ യൂറോപ്പിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഏത്? അതിൻ്റെ ഉത്തരം റഷ്യയാണ്. യൂറോപ്പിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് റഷ്യയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? കാനഡയാണ് കേട്ടോ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഉത്തരം ചൈനയാണ്, ചൈന. ഇനി തെക്കേ അമേരിക്ക ഉണ്ടല്ലോ, തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്, ഓസ്ട്രേലിയ. ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് അൾജീരിയയാണ് ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം. അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്ര? ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ നിന്നും ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനങ്ങളാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെ? 8 ഡിഗ്രി 14 മിനിറ്റ്. അപ്പം ഇവിടെ 8 ഡിഗ്രി 14 മിനിറ്റ്, 37 ഡിഗ്രി 7 മിനിറ്റ്, 12 ഡിഗ്രി 6 മിനിറ്റ്, 97 ഡിഗ്രി, അതുപോലെ ഇവിടെ 8 ഡിഗ്രി, 37 ഡിഗ്രി, ഇവിടെയും ഡിഗ്രി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോണേടാ, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇന്ത്യ ഇങ്ങനെ വരച്ചെടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വടക്കേയറ്റം ഉണ്ടല്ലോ, ഇന്ത്യയുടെ വടക്കേയറ്റം ചോദിച്ചാൽ ഏതാണ്? ഇന്ദിരാക്കോളാണ്. അതുപോലെ ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡ് ഉണ്ട്. ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ തെക്കേയറ്റമാണ് കന്യാകുമാരി. അപ്പോൾ ഇവിടെയായിട്ടാണ് ആര് വരുന്നത്? ഇവിടെയായിട്ട് കന്യാകുമാരി, കന്യാകുമാരി വരും. ഇവിടെയായിട്ട് ആര് വരും? ഇന്ദിരാക്കോൾ വരും, ഇന്ദിരാക്കോൾ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കന്യാകുമാരി വഴി പോകുന്ന അക്ഷാംശ രേഖയാണ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഇന്ദിരാക്കോൾ വഴി പോകുന്ന അക്ഷാംശ രേഖയാണ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ എന്താണ് അക്ഷാംശീയ സ്ഥാനം. എന്നാൽ ഇന്ത്യൻ യൂണിയൻ്റെ അക്ഷാംശീയ സ്ഥാനം ഈ പറയുന്ന ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഉണ്ടല്ലോ, ആ ആൻഡമാൻ നിക്കോബർ ഐലൻഡിലെ ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ളത്. അപ്പം
ആ ഫിഗർ അങ്ങ് പോയടാ. അപ്പം അത് ജസ്റ്റ് ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ ഇതുവഴിയാണ് ഞാൻ പറഞ്ഞ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഇതുവഴിയാണ് ഇത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്. അപ്പം പറഞ്ഞു ഇവിടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഉണ്ടല്ലേ. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡിലെ ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം. അതുവഴി പോകുന്ന അക്ഷാംശ രേഖയാണ് 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് കേട്ടോ. 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത്. അപ്പം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലും NCERT ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ തെക്കേയറ്റവും ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ വടക്കേയറ്റവുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ആൻസർ എഴുതേണ്ടത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇനി ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്നാണ്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ആകെ എത്ര ഡിഗ്രി എന്നതാണ് വ്യാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 37 ഡിഗ്രി, ഇവിടെ 8 ഡിഗ്രി അല്ലേ. 37 8 പോയാൽ ഒരു 29 ഡിഗ്രി. ഓക്കെ, പ്ലസ് ഇവിടെ 6 മിനിറ്റ് 4 മിനിറ്റ്, ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉണ്ട് കേട്ടോ. അതിനെല്ലാത്തിനും കൂടെ നമ്മൾ റൗണ്ട് ചെയ്ത് 1 ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ആകെ മൊത്തം എത്ര? 30 ഡിഗ്രി. ഇവിടുത്തെ ആൻസർ യഥാർത്ഥത്തിൽ എത്രയാണ് വരേണ്ടത്? 30 ഡിഗ്രിയാണ് ആൻസറായിട്ട് വരേണ്ടത്. പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഈ പറഞ്ഞ 30, 40, 50, 60 എന്ന് പറയുന്ന ഓപ്ഷനുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്താണ് ആൻസർ അക്ഷാംശീയ സ്ഥാനമാണ് PSC ആൻസറായിട്ട് അന്ന് തന്നത് കേട്ടോ. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഉത്തരം എത്രയടാ? അത് 30 ഡിഗ്രിയാണ്. ഇനി പരീക്ഷയ്ക്ക് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയെന്ന് വെച്ചിട്ട് ഈ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും 30 ഡിഗ്രിയും ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും ആൻസർ ഏത് എഴുതാവൂ? 30 ഡിഗ്രി എഴുതാവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഓപ്ഷൻ എ ഡാർജിലിംഗ്, ബി കൊടൈക്കനാൽ, സി മുസോറി, ഡി നീലഗിരി. ഈ കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് കൊടൈക്കനാലാണ് കേട്ടോ. കൊടൈക്കനാൽ ഏത് ജില്ലയിലെന്ന് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൻ്റെ തെക്ക് ഭാഗത്തെ ഒരു സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ കേട്ടോ. ഈ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പളനി മലനിരകളിലാണ് കേട്ടോ. പളനി ഹിൽസിലാണ് കൊടൈക്കനാൽ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചോദിക്കാം, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരെ? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ആരാണ്? റായ് ഉള്ളത് കൊണ്ട് മുസോറി കേട്ടോ. മുസോറി. ഇതിനെയാണ് നമ്മൾ മസൂറി എന്ന് പറയത്തില്ലേ? മസൂറി. ഓക്കെ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മുസോറി എന്നും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. ഈ മുസോറി അല്ലെങ്കിൽ മസൂറി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് നൈനിറ്റാൾ. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചാൽ ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ. അപ്പം ഡെറാഡൂൺ എന്നറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രം എവിടെയുണ്ട്? ഉത്തരാഖണ്ഡിലുണ്ട്. ഇനി ഉത്തരാഖണ്ഡിൽ നൈനിറ്റാൾ. അപ്പം നൈനിറ്റാൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? നൈനിറ്റാൾ. ഓക്കെ, ഈ നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അതും എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഈ നൈനിറ്റാളാണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത്. ആരെയെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നൈനിറ്റാളാണ് കേട്ടോ. നൈനിറ്റാൾ. ഇനി മറ്റൊന്നാണ് ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം. ഈ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വെസ്റ്റ് ബംഗാളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രവുമായും അതുപോലെ തന്നെ ഹിമാലയവുമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവുമായും ഹിമാലയവുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അത് പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും ഏതാണ്? അതും വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാൾ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിച്ചാൽ 3 രാജ്യങ്ങളുമായിട്ടാണ് വെസ്റ്റ് ബംഗാൾ അതിർത്തി പങ്കിടുന്നത്. അതിലൊന്ന് നേപ്പാളാണ്, 2 ഭൂട്ടാനാണ്, 3 ബംഗ്ലാദേശാണ്.
അതാണ് നീലഗിരി. നീലഗിരി സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ നീലഗിരി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണ് കേട്ടോ. നീലഗിരി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. എന്നാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. ബയോസ്ഫിയർ റിസർവ്, നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാണ്? അത് നീലഗിരിയാണ് കേട്ടോ, നീലഗിരി. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീലഗിരി എന്ന് പശ്ചിമഘട്ട മലനിരകളെ അറിയപ്പെടുന്നുണ്ട്. അപ്പം നീലഗിരി എന്ന ആരെ അറിയപ്പെടുന്നു? പശ്ചിമഘട്ട മലനിരകളെ അറിയപ്പെടുന്നു. അപ്പം പശ്ചിമഘട്ട മലനിരകളെ തമിഴ്നാട്, അതുപോലെ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരേത് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് നീലഗിരി. ഇപ്പോൾ പശ്ചിമഘട്ടത്തെ മഹാരാഷ്ട്രയിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് സഹ്യാദ്രി. പശ്ചിമഘട്ടത്തെ കേരളത്തിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആനമല, ഏലമല. ആനമല, ഏലമല. SCRTയിൽ ഇത് രണ്ടേ ഉള്ളൂ. നമ്മളെന്താണ് കോമൺലി സഹ്യപർവ്വതം എന്ന് വിളിക്കും അല്ലേ, സഹ്യപർവ്വതം. മറ്റൊരു സുഖവാസ കേന്ദ്രമാണ് തവാങ്. തവാങ് സുഖവാസ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. തവാങ് സുഖവാസ കേന്ദ്രം അരുണാചൽ പ്രദേശിലാണ്. ഇനി മറ്റൊന്നാണ് പഹൽഗാം, അതുപോലെ ഗുൽമർഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. പഹൽഗാം, ഗുൽമർഗ് സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. കുളു, മണാലി സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ പ്രദേശിലാണ്. കുളു, മണാലി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ 10th ലെവലിൽ മാത്രമുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നു? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബ് പദമാണ് കേട്ടോ. മൺസൂൺ എന്ന പദം വന്നത് എവിടെ നിന്നാണ്? അറബ് ഭാഷയിൽ നിന്നാണ്. മൗസിം കേട്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ മൗസം എന്ന് പറയും കേട്ടോ. മൗസിം അല്ലെങ്കിൽ മൗസം എന്ന അറബ് പദത്തിൽ നിന്നാണ് എന്ത് മൺസൂൺ എന്ന പദം വന്നത്. മൗസിം അഥവാ മൗസം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ ഋതു എന്നാണ് കേട്ടോ. ഋതു, ഋതു മീൻസ് സീസൺ. ഓക്കെ. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? കാറ്റ്. അല്ലെങ്കിൽ പറയാം കാലത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റ്. കാലത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റാണ് ഏത്? മൺസൂൺ കാറ്റ്. അതുപോലെ മൺസൂൺ കാറ്റുകൾ ഒരു കാലികവാദത്തിന് ഉദാഹരണമാണ് കേട്ടോ. മൺസൂൺ കാറ്റ് എന്ത് വാദത്തിന് ഉദാഹരണമാണ്? കാലികവാദം. കാലികവാദം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന തരം കാറ്റുകളാണ് എന്ത്? കാലികവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. മൺസൂൺ കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഗതി നിർണ്ണയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഹിപ്പാലസ് ആണ് കേട്ടോ. ഹിപ്പാലസ്. ഇദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു അറബ് പണ്ഡിതനായിരുന്നു കേട്ടോ. അറബ് പണ്ഡിതൻ. PQ ക്വസ്റ്റ്യൻ പ്രകാരം അറബ് നാവികനുമാണ് കേട്ടോ. അപ്പോൾ അറബ് പണ്ഡിതനും അറബ് നാവികനുമായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഗതി കണ്ടുപിടിച്ചത്. അതുപോലെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ചോദിച്ചാൽ അത് മൗസിം ഭവൻ എന്നാണ് കേട്ടോ. മൗസിം ഭവൻ അല്ലെങ്കിൽ മൗസം ഭവൻ. അത് ന്യൂഡൽഹിയിലാണ് ഇത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ ഏതെന്ന് ചോദിച്ചാൽ അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഇന്ത്യയിലെ മഴനിഴൽ പ്രദേശം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് തമിഴ്നാടാണ് കേട്ടോ. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ തമിഴ്നാട്ടിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് കുറവും വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്ത് കൂടുതലും മഴ ലഭിക്കുന്ന സംസ്ഥാനമാണിത് തമിഴ്നാട്. ഇവിടെ ലാറ്റിൻ ഭാഷ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയോടൊപ്പമുണ്ട് സംസ്കൃതം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദേവഭാഷ എന്നറിയപ്പെടുന്നു ഏതിന്? സംസ്കൃതമാണ്. എന്ത്? ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതമാണ്. നമ്മൾ ഹിമാലയം
ഹിമാലയം എന്ന പദം വന്നത് ഏത് സംസ്കൃത വാക്കിൽ നിന്നാണ് കേട്ടോ. ഹിമാലയം എന്ന പദം വന്നത് സംസ്കൃത വാക്കിൽ നിന്നാണ്. മഞ്ഞിൻ്റെ ആലയം അല്ലെങ്കിൽ മഞ്ഞിൻ്റെ വീട് അല്ലെങ്കിൽ എന്താണ് മഞ്ഞിൽ അധിവസിക്കുന്നവരുടെ നാട് എന്നൊക്കെ. മഞ്ഞിൽ അധിവസിക്കുന്നവരുടെ നാട് എന്നൊരു കേസ് നമ്മൾ കോമൺലി പറയാറില്ല. നമ്മൾ പറയാം എന്താണ് മഞ്ഞിൻ്റെ വീട്, അതുപോലെ മഞ്ഞിൻ്റെ ആലയം, മഞ്ഞുള്ള സ്ഥലം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലം എന്നതാണ് ഇത് ഹിമാലയം എന്ന പദത്തിൻ്റെ പ്രാദേശികമായ അർത്ഥം. അടുത്ത മറ്റൊന്നാണ് നമ്മൾ ഡെക്കാൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഡെക്കാൻ എന്ന പദം വന്നത് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കേട്ടോ. ഡെക്കാൻ എന്ന പദം വന്നത് ദക്ഷിൺ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡെക്കാൻ എന്ന പദം വന്നത് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. ഇനി ഫിസിക്സ് എന്ന് പറയുന്ന പദം ഉണ്ടല്ലോടാ, അത് വന്നത് ഫുസിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ഫുസിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏത് ഫിസിക്സ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അതുപോലെ ക്ലൈമറ്റ് എന്ന പദം ഉണ്ടായത് ക്ലിമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ത് ക്ലൈമറ്റ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. ആറ്റം എന്ന് പറയുന്ന പദം ഉണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ആറ്റം എന്ന പദം ഉണ്ടായത്. അല്ലെങ്കിൽ അറ്റോമിയോ എന്ന ഗ്രീക്ക് പദം കേട്ടാ. ആറ്റം എന്ന പദം ഉണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നോ അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നോ ആണ് എന്ത് ആറ്റം എന്ന് പറയുന്ന പദം ഉണ്ടായത്. ഇനി കെമിസ്ട്രിയുടെ പ്രാചീനകാല നാമമാണ് ഏത് ആൽക്കമി അല്ലേ. ആൽക്കമി എന്ന പദമുണ്ടായത് ഏത് അറബ് പദത്തിൽ നിന്നാണ് കേട്ടോ. ആൽക്കമി എന്ന പദമുണ്ടായത് ഏത് അറബ് വാക്കിൽ നിന്നാണ് എന്ത് ആൽക്കമി എന്ന പദമുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യനാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കായിട്ടാണ് ആരുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം. നമുക്ക് വേണമെങ്കിൽ പറയാം ഏഷ്യയുടെ ഏകദേശ മധ്യത്ത് തെക്കായിട്ടാണ്. ഏഷ്യയുടെ ഏകദേശ മധ്യത്ത് തെക്കായാണ് ആരുടെ സ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ആകെ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഭൂഖണ്ഡങ്ങളുടെ എണ്ണം 7 ഭൂഖണ്ഡങ്ങളാണുള്ളത് കേട്ടോ. 7 ഭൂഖണ്ഡങ്ങളെ വലിപ്പക്രമത്തിൽ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. കോഡാണ് ഇത് കേട്ടോണേ. ഏട്ടാ നാസ ആൻറ്റിയും ഓസ്ട്രേലിയയിലാണ്. അപ്പം നാട്ടിലൊരു ആൻറ്റിയുണ്ട്. ആൻറ്റി ഒരു ഇത്തിരി പരദൂഷണമൊക്കെ പറയുന്ന ആൻറ്റിയാണ്. പരദൂഷണമൊക്കെ പറയുന്ന ആൻറ്റി ആയതുകൊണ്ട് എന്താണ് ആൻറ്റിക്കൊരു ഇരട്ട പേരിട്ടു നാസ ആൻറ്റി എന്നാണ് കേട്ടോ. അപ്പം ഭാര്യ ഭർത്താവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണെന്ത് ആൻറ്റീനെ. അപ്പോൾ ഏട്ടാ നാസ ആൻറ്റിയും ഓസ്ട്രേലിയയിലാണ്. ആൻറ്റിയും ഓസ്ട്രേലിയയിലാണ് താമസം കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് ഏഷ്യയാണ്. ചോദിച്ചാൽ ആര് അത് ആഫ്രിക്കയാണ്. നോർത്ത് അമേരിക്ക. ഏത് സൗത്ത് അമേരിക്ക. അതാണ് നാസ. ആൻറ്റി വന്നാൽ ഏത് അന്റാർട്ടിക്ക കേട്ടോ. അന്റാർട്ടിക്ക. ചോദിച്ചാൽ ഏത് യൂറോപ്പ്. ചോദിച്ചാൽ യൂറോപ്പ്. അടുത്തതാരാണ് ഓസ്ട്രേലിയ. ഇതാണ് എന്ത് ഭൂഖണ്ഡങ്ങൾ വലുപ്പക്രമത്തിൽ. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉപഭൂഖണ്ഡത്തിലെന്ന് ചോദിച്ചാൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡത്തിൻ്റെ പേര് അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ആരുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാലും എത്ര തന്നെയാണടാ നമ്മൾ ഈ പറഞ്ഞ ഭൂഖണ്ഡങ്ങളുടെ എണ്ണം പോലെയാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ എത്രയാണ് അത് 7 രാജ്യങ്ങളാണ്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ. അതിലേറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിലേറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് ഓപ്ഷനിലില്ല എങ്കിൽ ആൻസർ ഭൂട്ടാൻ കേട്ടോ. ഭൂട്ടാൻ. ഇനി നമ്മൾ ഇതേ വീഡിയോയുടെ ആദ്യം ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്. എത്ര ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 30 ഡിഗ്രിയാണ് കേട്ടോ. എത്രയാണ് 30 ഡിഗ്രി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസം എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മളെന്താണ് ഇന്ത്യയുടെ വടക്കേറ്റമാണ് ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റം കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേയറ്റമാണ് ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞും ആരുണ്ട് ശ്രീലങ്ക കിടപ്പുണ്ട്. അതായത് ശ്രീലങ്കയുടെ ഒരു പോർഷനോട് തന്നെ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് കിടപ്പുണ്ട്. പക്ഷെ നമ്മളെന്താണ് SCRTയിലും NCRTയിലൊന്നും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല കേട്ടോ.
PSCക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്ന 30 ഡിഗ്രി എന്ന് പഠിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 30 ഡിഗ്രി ഒന്നും അല്ല. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ.